ശബരിമല സ്വർണ്ണമോഷണ കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അറസ്റ്റിൽ. ഇന്നലെ രാത്രി പെരുന്നയിലെ വീട്ടിൽ നിന്നാണ് മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം മുരാരി ബാബുവിനെ റാന്നി കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നു. കമലേഷ്, ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ മാത്രമല്ല INTUC നേതാവ് എന്ന നിലയിലൊക്കെ അവരുടെ ഉദ്യോഗസ്ഥ സംഘടനകൾ, കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ ഭാഗമാണ് ഈ മുരാരി ബാബു എന്നത്. ആ മുരാരി ബാബു ഒപ്പിട്ടു, എങ്ങനെ സ്വർണ്ണപ്പാളിയെ ചെമ്പ് പാളിയായി അടയാളപ്പെടുത്തി, ഇതൊക്കെയാണ് പ്രധാനമായ കുറ്റം. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തു എന്ന് തന്നെയാണ് അറസ്റ്റ് നിദാനമാകുന്നത്. എന്തൊക്കെയാണ് ഇനിയുള്ള നടപടികൾ? അജിംഷ, തീർച്ചയായും ഈ വിഷയം വലിയൊരു രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാനും സർക്കാരിനെതിരായി തിരിക്കാനുമുള്ള ശ്രമമാണ് പ്രതിപക്ഷം, പ്രധാനമായും കോൺഗ്രസ് നേരത്തെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന നിലയിലേക്കാണ് ഇപ്പോൾ മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൂടിയായിട്ടുള്ള ഈ അജിംഷ സൂചിപ്പിച്ചതുപോലെ തന്നെ INTUC ഉൾപ്പെടെ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസുകാരനായിട്ടുള്ള ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും നിർണായകം ഈ കേസുമായി ബന്ധപ്പെട്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഒരു രാത്രി 10 മണിയോടുകൂടിയാണ് പെരുന്നയിലെ ഇയാളുടെ വസതിയിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം തിരുവനന്തപുരത്ത് കൊണ്ടുവരികയും ഇന്നലെ മുതൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയുമാണ്. വളരെ നിർണായകമായ വിവരങ്ങൾ, മൊഴികൾ ഇയാളിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും അതിന്റെ ഭാഗമായി തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ രാവിലെ 9 മണിയോടുകൂടി ഈ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ അജിംഷ സൂചിപ്പിച്ചതുപോലെ തന്നെ 2019 ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ തട്ടിപ്പ്, ക്രമക്കേട്, ഈ കൊള്ളയൊക്കെ തന്നെ നടക്കുന്നത്. അന്ന് ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന മുരാരി ബാബുവാണ് ഈ രേഖകളിൽ കൃത്രിമം കാണിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് രേഖകളിൽ ഉൾപ്പെടെ തിരിമറി ഉണ്ടാക്കി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ഈ മുരാരി ബാബു. അത് നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിലും അക്കാര്യം വ്യക്തമായിട്ടുള്ളതാണ്. ആ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തെ കൂടി ശരിവെക്കുന്ന നിലയിലേക്കാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘവും ഇക്കാര്യം കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഉദ്യോഗസ്ഥ തലത്തിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എല്ലാത്തിനും ഒരു സൂത്രധാരനായി നിന്ന് ഇക്കാര്യങ്ങളിലെല്ലാം തട്ടിപ്പിന് നേതൃത്വം നൽകിയത്. പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ പിന്തുണയും സഹകരണവും ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇതൊക്കെ ദേവസ്വം വിജിലൻസ് തന്നെ കണ്ടെത്തിയ നടപടികളാണ്. കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിലുണ്ട്. SITയും അതിന്റെ ചുവട് പിടിച്ച് കൂടുതൽ വ്യക്തതയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഈ മുരാരി ബാബുവിന്റെ ഇന്നലെ രാത്രിയിലുള്ള അറസ്റ്റും ഇന്നത്തെ തുടർ നടപടികളുടെ നീക്കങ്ങളിലും ഒക്കെ നാം വായിച്ചെടുക്കേണ്ടത്. കമലേഷ് തെക്കേക്കാട്. തീർച്ചയായും അജിംസ്, അത് വളരെ നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസ് ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ച റിപ്പോർട്ട് നേരത്തെ തന്നെ കോടതിയിൽ സമർപ്പിച്ചിട്ടുമുള്ളതാണ്. അതിനെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വരുന്നത്. അവരും സമാനമായ നിലയിലുള്ള ഒരു കണ്ടെത്തലിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ കേസിലെ 2ാം പ്രതിയായിട്ടുള്ള മുൻ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള മുരാരി ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഇനിയിപ്പോൾ സ്വാഭാവികമായും ഈ വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. റാന്നി കോടതിയിലാണ് മുരാരി ബാബുവിനെ എത്തിക്കുന്നത്. മുരാരി ബാബു അങ്ങനെ അറസ്റ്റിലായി ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിക്കുകയാണ്. മറ്റ് നടപടിക്രമങ്ങളും പുരോഗമിക്കുന്നു.